അസ്സലാമലൈക്കും. അപ്പോൾ ലേഹ്യത്തിൻ്റെ പാർട്ട് 2. ലേഹ്യം എന്ന് പറഞ്ഞാൽ 2 അക്ഷരമുള്ളൂ, പക്ഷേ പണി എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ പണി. അതാണ് ലേഹ്യത്തിൻ്റെ കണക്ക്. അപ്പോൾ അതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയും തൊലിച്ച് അത് വേവിക്കണം കേട്ടോ. ഉള്ളി ഉലുവയും വെളുത്തുള്ളിയും കൂടിയാണ് വേവിച്ചങ്ങാണ്ടാണ് പിന്നെ അതിലേക്ക് കൂട്ടുക. ഈ ഉലുവ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളെ തണ്ടൽ വേദന, ഊരവേദന എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ ബെസ്റ്റ് മരുന്നാട്ടോ. പിന്നെ അതേപോലെ തന്നെ ആടിൻ്റെ എല്ലാമാണ് ഈ സൂപ്പായിട്ട് കിട്ടണത്, കണ്ടല്ലേ. ആടിൻ്റെ എല്ല് എല്ലാ ഭാഗത്തും എല്ല് പിന്നെ വെന്തൊടത്തി സൂപ്പ് വെച്ചിട്ട് ആ സൂപ്പാണ് കേട്ടോ. പിന്നെ നമ്മളതിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതൊക്കെ വരുന്ന നമ്മളെ ധാന്യേന്ദ്രം കഷായം, നാടി കഷായം പറയുന്ന കഷായങ്ങൾ. പിന്നെ വരുന്നത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളും ഞാൻ പറഞ്ഞു തന്നല്ലോ, രക്തം ഉണ്ടാവാനും ശരീരത്തിന് ആരോഗ്യത്തിനും എല്ലാത്തിനും ഗുണകരമായ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ അത് വരുന്നത് നമ്മളെ അണ്ടിപ്പരിപ്പ്, ബാദാം, നിലക്കടല കേട്ടോ. തടിച്ചാത്തവർക്ക് തടി നന്നാവാനും അതേപോലെ ആരോഗ്യത്തിനും ഒക്കെ ബെസ്റ്റ് സാധനങ്ങളാണ് കേട്ടോ. ജിമ്മിന് പോണവർക്കൊക്കെ ഒന്ന് ശരീരം ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ക്രിയാറ്റിനും പ്രോട്ടീനൊക്കെ തിന്നണതിലേറെ എത്രയോ ബെസ്റ്റാണ് നമ്മൾ ഈ ആട്ടിലേക്ക് കേട്ടോ. പിന്നെ നമ്മളെ പറമ്പുകൂടിയും തൊടുകൂടിയൊക്കെ നടന്നിട്ട് കിട്ടണ ഒരുപാട് മരുന്നുകളും ഇതിൽ കൂട്ടണം കേട്ടോ. കഞ്ഞിക്കൂർക്കൽ, തുളസി. കഞ്ഞിക്കൂർക്കൽ എന്താ പള്ളൻ്റെ പുണ്ണ് കരിയാൻ, തുളസി അതേപോലെ തൊണ്ടവേദനയും ജലദോഷത്തിൻ്റെയും ഒക്കെ പിന്നെ അങ്ങനത്തെ അസുഖങ്ങൾക്ക്, അതേപോലെ പൂത്തിരിച്ചുണ്ട, പിന്നെ അതേപോലെ പിന്നെ നന്നാരി, അങ്ങനെ ഒരുപാട് മരുന്നുകൾ പറിച്ചിട്ട് കിട്ടുന്ന മരുന്നുകളും ഇതിൽ കൂട്ടുന്നുണ്ട് കേട്ടോ. പച്ചമരുന്നുകളായിട്ടുള്ളതാണ് ഇത്. പൂത്തിരിച്ചുണ്ടയാണ് കേട്ടോ. പൂത്തിരിച്ചുണ്ടൻ്റെ വേരും തൊലിയും ഒക്കെ കൂട്ടും കേട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടില്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മളെ കജും കാലും വരുത്തും, അതേപോലെ ജോയിൻ്റ് കൂടിയുള്ള വേദന, അതേപോലെ പുരുഷന്മാർക്ക് ദാമ്പത്യത്തിൽ, അതേപോലെ ജിമ്മിന് പോണവർക്ക് ശക്തി ഉണ്ടാവാൻ, അതിനൊക്കെ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ.